എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ക്ലീനിങ്ങുമായിട്ട് നടക്കുവാണ്. ആക്ച്വലി നിങ്ങൾ കണ്ട കഴിഞ്ഞ വീഡിയോ ഞാൻ ഈ ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എടുത്താണ്. കാരണം നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കണ്ടേ. ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഏതായാലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ കൂടി ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ കേട്ടോ, അങ്ങനെ വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല. ഓൾറെഡി എന്താ പറയുക, അപ്പാർട്ട്മെന്റ് നല്ല ക്ലീൻ ആയിട്ട് തന്നെയായിരുന്നു കിടന്നത്. പിന്നെ നമ്മൾ ഗ്രോസറി ഷോപ്പിൽ പോയി നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം മേടിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ലട്ടേർഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതെല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാം, അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് അതിനെ പ്ലേസ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇന്ന് ഞാൻ അതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ വിഷേട്ടൻ പോയി കഴിഞ്ഞു, കോളേജിൽ റിസർച്ചിന്റെ പേർപ്പസ് ആയിട്ട് വിഷേട്ടൻ പോയി കഴിഞ്ഞു. അപ്പൊ ഇപ്പോ ഞാൻ ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരുന്നത് ഇങ്ങനെ കഴുകാൻ പോവാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്, മാഞ്ചസ്റ്ററിനെക്കാട്ടിലും ഇവിടെ തണുപ്പാണ്. അപ്പൊ അത് കാരണം തന്നെ എന്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയി ഭയങ്കര കുഴപ്പമായിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലിപ്സ് ഭയങ്കര മോശമായി. അപ്പൊ ഞാൻ ഇട്ടത് കാണിച്ചതല്ലോ വാസ്ലിന്റെ ലിപ് തെറാപ്പി, അതാണ് ഞാൻ ഇട്ടിട്ട് എന്റെ ലിപ്സ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഹീലായി. കാരണം ഈ താഴത്തെ പോർഷനും ഈ മേളത്തെ പോർഷനും കംപ്ലീറ്റ് ക്രാക്കായി ഇങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ പോലെയൊക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പം പതുക്കെ ഇത് ഇട്ടിട്ട് ഞാൻ എന്റെ ലിപ്സിനെ ഈ ഒരു ലിപ് ബാം ഇടാതെ ഞാൻ വിടാറേ ഇല്ല. അങ്ങനെ എപ്പോഴും ലിപ് ബാം ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് ഹീലായി തുടങ്ങിയത്. അപ്പം ആക്ച്വലി ഈ ഇങ്ങനെ ലിപ്സ് ഇങ്ങനെ മോശമായപ്പോൾ തന്നെ ഇങ്ങനെ പ്ലംപ് ലിപ്സ് പോലെ ഇരുന്നു, ഇങ്ങനെ ഫില്ലേഴ്സ് കുത്തി വെച്ചിരിക്കുന്ന ലിപ്സ് പോലെയാണ് ഇരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം അതുകൊണ്ടാണ് കറിയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഹീലായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ഫേഷ്യൽ ഹെയർ എല്ലാം കംപ്ലീറ്റ് ഇങ്ങനെ വളർന്ന് നശിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ റിമൂവ് ചെയ്യും. ആക്ച്വലി ഞാൻ ഓരോ ദിവസം ഇടവിട്ട് ചിലപ്പോൾ റിമൂവ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഹെയർ ഗ്രോത്ത് കുറച്ച് കൂടുതലാണ് ഈ ഫേസിൻ്റെ ഏരിയയിലൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ റിമൂവ് ചെയ്യാറുണ്ട്. ഇപ്പം ഇവിടെ വന്ന് ഇപ്പം ഒരുപാട് ജോലി ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനും വിഷയനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഒത്തിരി ജോലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സെൽഫ് കെയർ നമുക്ക് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ആദ്യം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാമെന്ന്. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ലിപ്സിനും എൻ്റെ ഈ ഒരു സ്കിന്നിനും ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മാത്രം ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിട്ടുണ്ട്. വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമല്ല, മോയ്സ്ചറൈസർ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ സീറമും മോയ്സ്ചറൈസറും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം 3 നേരം വെച്ചിട്ട് ഞാൻ ഫേസും കൂടെ വാഷ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ കോമ്പിനേഷൻ സ്കിന്നായത് കാരണം എൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ ഒത്തിരി ഓയിലിയും കൂടെ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഫേസ് വാഷ് ചെയ്യും, പിന്നെ വീണ്ടും അപ്ലൈ ചെയ്യും. അങ്ങനെ ഞാനൊരു 3 പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. ഇപ്പൊ ഇതാണ് എൻ്റെ റൂട്ടീൻ. അപ്പൊ ഇപ്പൊ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിപ്പോ പാത്രം കഴുകാൻ പോവാണ്. പിന്നെ നമ്മൾ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത്. അപ്പോൾ ആ ഇന്ത്യൻ സ്റ്റോറിൽ പോയതിനു ശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യൻ മസാലാസ് കുറച്ചൊക്കെ മേടിച്ചു. ഒരുപാട് ഷെൽഫ്സ് ഉണ്ട്, നമുക്ക് എവിടെ വേണോ നല്ല സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. ഇപ്പൊ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണ്. എന്തായാലും ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ മേടിച്ച് വെച്ച ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുവാണ്. ഇതെല്ലാം കളയാനുള്ള, ഇതൊക്കെ വെറുതെ കാർഡ്ബോർഡ് പീസസ് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ആക്ച്വലി നമ്മൾ ആമസോണിൽ നിന്നുമൊക്കെ ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. ഇപ്പം ഇത് ഒരു മൈക്രോവേവിൻ്റെ ഇതാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്നല്ല, ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് ആസ്ത എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ആക്ച്വലി നമ്മളത് മൈക്രോവേവ് ആണ് മേടിച്ചത്. മൈക്രോവേവ് മേടിച്ച കാരണം എന്ന് വെച്ചാൽ ഇവിടെ 2 അവനാണുള്ളത്. അപ്പം അത് കാരണം തന്നെ നമ്മൾ മൈക്രോവേവ് മേടിച്ചു. അപ്പോൾ മേടിച്ചിട്ട് പോകാൻ സമയത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ആണ് മൈക്രോവേവ് മേടിച്ചത്. പിന്നെ അല്ലാതെ നമ്മളിങ്ങനെ കുറച്ച് ഡസ്റ്റ്ബിന്നും കാര്യങ്ങളും ഒക്കെ നമ്മൾ അല്ലാതെ മേടിച്ച് ആമസോണിൽ നിന്ന് മേടിച്ചതിൻ്റെ കാർഡ്ബോർഡ് പീസസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ ഇതെല്ലാം ഇപ്പം ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇന്ന് നീറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഏരിയയിൽ നിന്ന് തുടങ്ങാമെന്നാണ് വെച്ചത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഇവിടെ പൗണ്ട് ലാൻഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. എല്ലാം ഈ 1 പൗണ്ട് മുതൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഞാൻ ഇതുപോലത്തെ 8 പാക്കറ്റ്, ഇത് മൈക്രോവേവ് ചെയ്യാൻ പറ്റുന്ന പാക്കറ്റ്സ് ആണ്. ഇതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഇത് മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, ഉണക്കമുളക്, ഇതെല്ലാം ഞാൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അല്ലാതെ ഞാൻ 2 ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ള 2 ഇത് ബോക്സ് മേടിച്ചിട്ടുണ്ട്, ഓർഗനൈസേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മളിന്ന് ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം മിക്കവാറും ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ ഇതിൻ്റെ അടിയിലോട്ട്
വയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. കാരണം പൊടികളും ഒക്കെ അല്ലേ, അപ്പോൾ അത് സേഫായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇത് ആക്ച്വലി ഉപ്പും പഞ്ചസാരയും ഇവിടെ ഉപ്പും പഞ്ചസാരയും എനിക്ക് റിഫൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം രണ്ടും ഒന്നുപോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഉപ്പിൻ്റെ ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഒരു മെഷറിംഗ് ടീസ്പൂൺ ഇതിലിട്ടിട്ടുണ്ട്. എനിക്കറിയാം ചിലപ്പോൾ വിഷയം എടുക്കുമ്പോൾ വിഷയം അറിയത്തില്ലായിരിക്കും, എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ മറന്നു പോകും. ഞാൻ വിചാരിച്ചു ഒരു മാർക്കർ പെൻ മേടിച്ചിട്ട് അതിൽ എഴുതി വെക്കാമെന്ന്. ഇതൊക്കെ ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. ഇത് പിന്നെ ബേ ലീവ്സും. അപ്പോൾ ഞാൻ ഒരുപാട് ക്ലിപ്സ് ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് സീൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എല്ലാ പാക്കറ്റ്സും ഞാൻ സീൽ ചെയ്ത് വെച്ചു. കാരണം ആ കണ്ടെയ്നറിൽ കൊള്ളുന്ന അത്രയല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ, ബാക്കി സീൽ ചെയ്താണ് വെക്കുന്നത്. ഈ പുളി കുറച്ച് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ അതിനൊരു സിപ്പ് ലോക്ക് കവറിലേക്ക് ആക്കി വെക്കുകയാണ്. പെർഫെക്റ്റ്. ഇനി ഞാൻ ഞാൻ എടുത്തു വെച്ചില്ലേ ഇങ്ങനത്തെ ഈ പൊടികളും സാധനങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തേക്ക് വെക്കാൻ പോവാണ്, നീറ്റാക്കി വെക്കാൻ പോവാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എവിടെ എന്ത് ഫുഡ് ഐറ്റംസ് വെക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് നീറ്റാക്കി തുടച്ച് വെക്കുക. തുടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെടുത്ത് താഴേക്ക് വെക്കാം. അപ്പോൾ ഈ ഒരു മൾട്ടിപർപ്പസ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഉപ്പും പഞ്ചസാര ഇങ്ങോട്ടേക്ക് വെക്കാം, ഉപ്പ് പെപ്പറിന്റെ മേളിലേക്ക് വെക്കാം. നീറ്റ് ഇവിടെ ഒതുങ്ങി. ഈ ഒരു ഷെൽഫിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഇതുപോലുള്ള ക്രോക്കറി സെറ്റ്സ് എല്ലാം ഇരിക്കുവാണ്. ബാക്കി ഇങ്ങനത്തെ ഇതുപോലുള്ള സ്നാക്കി ഐറ്റംസ് എല്ലാം സ്നാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കോഫി, ഹോട്ട് ചോക്ലേറ്റ് പൗഡർ, അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നെസ്കഫേയുടെ 2-in-1 കോഫി പൗഡറാണ്. ഇതിൻ്റെ അത് കോഫിയും ഉണ്ട്, അതിനോടൊപ്പം എന്താ പറയുക മിൽക്ക് പൗഡറും ഉണ്ട്. പിന്നെ ഷുഗർ ഇല്ല, ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ 3-in-1 ആവും. ഇത് 2-in-1 ആണ്. അപ്പോൾ ഇത് ഞാനൊരു സിപ്പ് ലോക്ക് കവറിൽ ഒന്ന് അടച്ച് വയ്ക്കുവാണ്. ഇതുപോലുള്ള ഇതിപ്പം കോക്കനട്ട് ഓയിലാണ്. അപ്പം ഈ കോക്കനട്ട് ഓയിലിൽ നിന്നും പിന്നീട് ഈ ഗീയിൽ നിന്നും ചെറിയതായിട്ടൊന്ന് ലീക്കില്ല, പക്ഷെ എന്തോ ഒരു ചെറിയൊരു ഡ്രിപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് കാരണം ഞാൻ ഈ ക്ലിയർ ഫിലിം യൂസ് ചെയ്തിട്ട് അതിൻ്റെ താഴത്തെ പോർഷൻ ഒന്ന് റാപ്പ് ചെയ്യാൻ പോവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വീണുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ അത് കാരണം ഒന്ന് റാപ്പ് ചെയ്ത് വിടാൻ പോവാം. അപ്പോൾ ഞാൻ ഈ ക്ലിയർ ഫിലിം റാപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു ജോലിയും കൂടി ഉണ്ട്. ഇത് അലുമിനിയം ഫോയിലാണ്. ഇതും കൂടി നന്നായിട്ടൊന്ന് ആ ക്യാപ്പിൻ്റെ പോർഷനിലാണ്, നമ്മൾ ഈ ടോപ്പ് പോർഷൻ നമ്മൾ എടുക്കുന്ന പോർഷനില്ലേ അവിടെയാണ് ഞാൻ വെച്ചു കൊടുത്തത്. സ്കോട്ട്ലൻഡിലെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു സംഭവമാണിത്. ഇതാണ് ഷോർട്ട് ബ്രെഡ്. അപ്പം ഈ ഷോർട്ട് ബ്രെഡ് എന്ന് പറയുന്ന സംഭവം ഇവിടെ വളരെയധികം ഫേമസ് ആണ്. ഇതൊരു കുക്കി, ഒരു ബിസ്ക്കറ്റ് പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ കോഫിയുടെ കൂടെയും ഒക്കെ കഴിക്കുന്നതാണ്, ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് വെച്ചിരുന്നു. ഇതിനെ ബാക്കിയുള്ള എന്താ പറയുക ഷോർട്ട് ബ്രെഡ് എടുത്തിട്ട്
ഒരു സിപ്പ് ലോക്ക് കവറിലാക്കാൻ പോവാണ്. ഇത് മീഡിയം സൈസ് സിപ്പ് ലോക്കാണ്. അപ്പം ലാർജ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് സിപ്പ് ചെയ്ത് വെക്കായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഓരോന്നായിട്ട് മാറ്റിയേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ എയർ കളഞ്ഞിട്ട് ഞാൻ സിപ്പ് ചെയ്യാം. ഓക്കെ, കണ്ടോളൂ. അപ്പം ഇവിടെ എല്ലാം നമ്മൾ നീറ്റാക്കി വെച്ചല്ലോ. ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് തുടച്ചു കേട്ടോ. ഇത് കുറച്ച് എന്താ പറയുക, ചിപ്സ് ആണ്. ഇതെല്ലാം ഈ ചിപ്സ് എല്ലാം ബേക്ക്ഡ് ആണ്, ഫ്രൈഡ് അല്ല, ബേക്ക്ഡ് ചിപ്സ് ആണ്. അപ്പം ബാക്കിയെല്ലാം ഇതിപ്പം ആൽമണ്ട് റോസ്റ്റ്, വിഷാന് ഭയങ്കര ഇഷ്ടമാണ് ആൽമണ്ട് റോസ്റ്റ്. അപ്പം ആ ഇഷ്ടം കാരണം പൊട്ടിച്ചപ്പോൾ ഒരു പൊട്ടൽ കൂടിപ്പോയി. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത് സിപ്പ് ലോക്കിലാക്കി വെച്ചത്. സീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഷോർട്ട് ബ്രെഡ് നമ്മൾ പാക്കറ്റിലാക്കി വെച്ചല്ലോ, അതുണ്ട്. പിന്നെ മേളിൽ നമ്മൾ നേരത്തെ എല്ലാം റാപ്പ് ചെയ്ത് വെച്ച ഗീ, ഓയിൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചു. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നല്ലേ കൂടുതലും, അതൊന്നും അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ബാക്കിലേക്ക് വെച്ചത്. പീനട്ട് ബട്ടർ, പീനട്ട് സ്പ്രെഡാണ്. പിന്നെ ഇത് ഹോട്ട് ചോക്ലേറ്റ്, ഇൻസ്റ്റൻറ്റ് ഹോട്ട് ചോക്ലേറ്റ്. ഇത് വെള്ളം ഒഴിച്ച്, ചൂട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റ് ആവും. ഒരു ഹീപ്ഡ് സ്പൂൺ എടുക്കണം, 1 or 2 ഹീപ്ഡ് സ്പൂൺ എടുക്കണം ഇതിന്ന്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഹോട്ട് ചോക്ലേറ്റ് റെഡി. അപ്പോൾ ഇത് കോഫി പൗഡറാണ്. ഇത് നമ്മൾ അധികം യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് 2 in 1 ഇരിക്കുന്നത് കാരണമാണ് കുടിക്കാത്തത്. അല്ലാതെ ബ്ലാക്ക് കോഫി ഇടുവാണെങ്കിൽ കുടിക്കും, പക്ഷെ അതിന് ഒരല്പം മതിയല്ലോ, ഒരുപാട് കോഫി പൗഡറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ്. ഈ ഒരു സെക്ഷൻ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി അടച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒതുങ്ങിയല്ലേ. ഇനിയും കിടപ്പുണ്ട് എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാലും ഇവിടെ എല്ലാം ഏകദേശം ഇങ്ങനെ ഒതുങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സീരിയലിൻ്റെ പാക്കറ്റാണ്, കൊക്കോ പോപ്സ്. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വീട്ടിൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ബാഗ്സിൽ അല്ലേ നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് കാരണം അതിൽ കുറേ കൂടി വേസ്റ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ എല്ലാം. ഇപ്പം നേരെ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് എടുക്കണം എന്നില്ല, നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളൊന്ന് പൊളിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇത്ര വലിയൊരു സംഭവം വെച്ചുകൊണ്ടിരുന്നതാണ് നമ്മളിപ്പോ ഇത്രയാക്കി മാറ്റിയത്. അപ്പൊ ഇത് അതിന്റെ ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് കുലുക്കി കൊടുക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മളൊന്ന് കുലുക്കി കൊടുത്താൽ മതി. പേപ്പർ വേസ്റ്റ് ഒക്കെ ആകുമ്പോൾ അങ്ങ് താഴത്തേക്ക് അങ്ങ് പോയിക്കോളും. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരുപാട് വേസ്റ്റ് അതിൽ നമുക്ക് ഇടാനായിട്ടുള്ളൊരു സ്പേസ് കാണും. അപ്പൊ ആ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞത്. ഇത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും. അവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പൊ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിലായിരിക്കും ഇങ്ങനെ കഴുകാനുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ എടുത്തിട്ട് അപ്പോഴെപ്പോഴായിട്ട് ഇങ്ങനെ വാഷ് ബേസിൽ ഇങ്ങനെ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അത് കാരണം നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രമെല്ലാം കഴുകി വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി എനിക്ക് കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകി വെക്കാനുണ്ട്. അപ്പൊ അത് കഴുകി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ കഴുകി വെച്ച പാത്രം എൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഞാനൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം പെട്ടെന്ന് അത് ഡ്രെയിൻ ആയിക്കോളും വെള്ളമെല്ലാം. അപ്പൊ അതിനെല്ലാം എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടുക്കി വെക്കണം പാത്രങ്ങളെല്ലാം. അപ്പൊ അതിനുശേഷം ബാക്കി ക്ലീനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ ബാക്കിയുള്ള പാത്രം കൂടി കഴുകി വെക്കുക. പറഞ്ഞത് മൈക്രോ ഫൈബർ ക്ലോത്ത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. പാത്രം എല്ലാം കഴുകിയിട്ട് നേരെ ഇങ്ങോട്ടേക്കാണ് വയ്ക്കുന്നത്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ സൺലൈറ്റും കുറച്ച് ഇങ്ങോട്ടേക്ക് അടിക്കുന്നുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ ഞാനൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ സ്ഥാനത്തേക്കും ഞാൻ വെച്ചു കൊടുക്കും. ഇനി നമ്മൾ ഇതിൻ്റെ പുറം വശം എല്ലാം ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റോപ്പാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു നോർമൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട്, ടിഷ്യൂ പേപ്പർ ഒരു വെള്ളം ഇല്ലാത്ത ഒരു ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ആദ്യം ഇതിനെ പുറത്തിരിക്കുന്ന ഈ പൊടി പോലെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കളയാം. ഇത് വേറൊരു സ്ക്രബ്ബറാണ്, ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്ന സ്ക്രബ്ബർ അല്ല. ഈ പുറം ഭാഗമെല്ലാം ക്ലീൻ ചെയ്യാൻ സമയത്ത് നമ്മൾ വേറെ ക്ലീനിങ് പ്രോഡക്ട്സ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറുമായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യം ഞാനൊരു മൾട്ടി പർപ്പസ് സർഫസ് ക്ലീനറാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഗ്രീസ് ഉള്ള സ്ഥലത്തൊക്കെ
ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ സ്ക്രബ്ബറിന്റെ ഈ ഇച്ചിരി ഹാർഡായിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ സ്ക്രബ്ബറിനെ നന്നായിട്ട് കഴുകി സ്ക്വീസ് ചെയ്തിട്ട് വരാം. ഈ സ്ക്രബ്ബറിൽ നിന്നും വെള്ളമൊക്കെ നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഡ്രൈ ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ട് വൈപ്പ് ചെയ്യാം. ഇനി ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ഓരോ പോർഷൻ ബൈ പോർഷൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സിങ്ക് കഴുകുക. അതിന് ഞാൻ ഈ ഡിഷ് വാഷിംഗ് ലിക്വിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സിങ്ക് കഴുകാനായിട്ട് ഞാൻ നല്ല ചൂട് വെള്ളമാണ് എടുക്കുന്നത്. എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചത്തുപോട്ടെ. കിച്ചൺ ക്ലീനിങ് ഡേ അല്ല, ഇന്നത്തെ വീഡിയോ കിച്ചൺ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് കൂടാതെ ഇഷ്ടപ്പെട്ടതിനെക്കാട്ടിലും അത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഡീപ്പ് ക്ലീനിങ് അല്ല കേട്ടോ, ഇത് അതുകൂടെ എനിക്ക് എടുത്ത് പറയാനുണ്ട്. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ വേറെയും കുറേ കാര്യങ്ങളില്ല നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നോർമൽ ഒരു ക്ലീനിങ് ഞാൻ നടത്തിയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എനിക്ക് എന്താ പറയുക, എൻ്റെ മേക്കപ്പ് ഷെൽഫൊക്കെ കുറച്ച് അറേഞ്ച് ചെയ്യാനുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ, നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പോൾ എന്നാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.